നമസ്കാരം. ആത്മീയത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വീടുകളിൽ സന്ധ്യാസമയത്ത് ദീപം തെളിയിക്കുക എന്നത് ഒരു ആചാരം മാത്രമല്ല, അതൊരു സംസ്കാരമാണ്. ആ വെളിച്ചം കാണുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു സമാധാനമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. സാധാരണയായി നമ്മൾ എല്ലാവരും വീടുകളിൽ നിലവിളക്കാണ് തെളിയിക്കാറുള്ളത്. അത് നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. എന്നാൽ പലർക്കും അറിയാത്ത അല്ലെങ്കിൽ അറിഞ്ഞാൽ തന്നെ വലിയ സംശയങ്ങളുള്ള ഒന്നാണ് ലക്ഷ്മി വിളക്ക്. ഇന്ന് നമ്മൾ വളരെ വിശദമായി, ഒരുപക്ഷെ ഇതുവരെ നിങ്ങൾ എവിടെയും കേട്ടിട്ടില്ലാത്ത അത്ര ആഴത്തിൽ, നിലവിളക്കും ലക്ഷ്മി വിളക്കും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് അടിസ്ഥാനപരമായ ഒരു കാര്യം മനസ്സിലാക്കാം. എന്താണ് നിലവിളക്കും ലക്ഷ്മി വിളക്കും തമ്മിലുള്ള പ്രധാന വ്യത്യാസം? ഇതൊരു ഉദാഹരണത്തിലൂടെ പറയാം. നമ്മുടെ നാട്ടിലെല്ലാം ജനറൽ ഡോക്ടർമാരുണ്ട്, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും ഉണ്ട്. നമുക്കൊരു പനി വന്നാൽ നമ്മൾ ജനറൽ ഡോക്ടറെ കാണും. എന്നാൽ കണ്ണിനൊരു അസുഖം വന്നാലോ നമ്മൾ കണ്ണിന്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ തന്നെ കാണും. ഇവിടെ നിലവിളക്ക് എന്നത് ആ ജനറൽ ഡോക്ടറെ പോലെയാണ്. ആയുരാരോഗ്യ സൗഖ്യം, നെഗറ്റീവ് എനർജി മാറ്റുക, കുടുംബത്തിൽ സമാധാനം നിലനിർത്തുക തുടങ്ങിയ പൊതുവായ എല്ലാ കാര്യങ്ങൾക്കും നിലവിളക്ക് ഉത്തമമാണ്. നിത്യവും നിലവിളക്ക് തെളിയിക്കുന്ന വീട്ടിൽ ദുഷ്ടശക്തികൾക്കോ നിഷേധാത്മകമായ ഊർജത്തിനോ, അതായത് നെഗറ്റീവ് എനർജിക്കോ കടന്നുകൂടാൻ സാധിക്കില്ല എന്നത് 100% സത്യമാണ്. എന്നാൽ ലക്ഷ്മി വിളക്ക് അങ്ങനെയല്ല. അതൊരു സ്പെഷ്യലിസ്റ്റ് ആണ്. എന്തിന്റെ സ്പെഷ്യലിസ്റ്റ്? അത് സമ്പത്തിന്റെയും ധനസമൃദ്ധിയുടെയും സ്പെഷ്യലിസ്റ്റ് ആണ്. ഒരു വീട്ടിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കയ്യിൽ വരുന്ന പണം നിൽക്കുന്നില്ലെങ്കിൽ, അവിടെയാണ് ലക്ഷ്മി വിളക്കിന്റെ പ്രസക്തി. ലക്ഷ്മി വിളക്ക് കൃത്യമായ ചിട്ടയോടെ തെളിയിച്ചാൽ ആ വീട്ടിൽ ധനവും ധാന്യവും കുമിഞ്ഞുകൂടുമെന്നതാണ് ശാസ്ത്രം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യമുണ്ടാകും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിലവിളക്കും ലക്ഷ്മി വിളക്കും ഒന്നിച്ചു തെളിയിക്കാമോ? ഉറപ്പായും തെളിയിക്കാം. അതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷെ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം. നിലവിളക്ക് തെളിയിക്കുന്നത് പോലെ അത്ര ലളിതമല്ല ലക്ഷ്മി വിളക്ക് തെളിയിക്കുന്നത്. അതിന് അതിൻ്റെതായ ചില സമയനിഷ്ഠകളും ശാസ്ത്രീയമായ ചിട്ടവട്ടങ്ങളുമുണ്ട്. ആ ചിട്ടകൾ പാലിച്ചാൽ മാത്രമേ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ മരുന്ന് ഫലിക്കുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ ലക്ഷ്മി വിളക്കിന്റെ പൂർണ്ണഫലം നമുക്ക് കിട്ടുകയുള്ളൂ. 2 വിളക്കിലും കത്തുന്നത് ഒരേ അഗ്നിയാണ്. മണ്ണെണ്ണ വിളക്കായാലും നിലവിളക്കായാലും ലക്ഷ്മി വിളക്കായാലും തീ ഒന്ന് തന്നെ, പക്ഷെ അതിന്റെ ഫലം വ്യത്യസ്തമാണ്. മണ്ണെണ്ണ വിളക്ക് നമ്മുടെ പുറത്തുള്ള ഇരുട്ടിനെ മാറ്റുമ്പോൾ, നിലവിളക്കും ലക്ഷ്മി വിളക്കും നമ്മുടെ അകത്തുള്ള മനസ്സിനുള്ളിലെ ഇരുട്ടിനെയാണ് മാറ്റുന്നത്. പ്രത്യേകിച്ച് ലക്ഷ്മി വിളക്ക് തെളിയിക്കുമ്പോൾ ആ വിളക്ക് തെളിയിക്കുന്ന വീട്ടമ്മയുടെ മുഖത്ത് കാലക്രമേണ ഒരു തേജസ് വരുന്നത് കാണാം. അവരറിയാതെ തന്നെ അവരിലേക്ക് ലക്ഷ്മി ചൈതന്യം പ്രവഹിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത് ലക്ഷ്മി വിളക്ക് തെളിയിക്കാൻ ഏറ്റവും ഉചിതം വീട്ടിലെ സ്ത്രീകളാണെന്ന്. പുരുഷന്മാർക്ക് തെളിയിക്കാൻ പാടില്ല എന്നല്ല, പക്ഷേ ആ സ്ത്രീ ശക്തിയും ലക്ഷ്മി ചൈതന്യവും തമ്മിൽ പെട്ടെന്നൊരു ബന്ധമുണ്ടാകാൻ ഇത് സഹായിക്കും. ഇനി നമുക്കിതിന്റെ പ്രായോഗിക വശങ്ങളിലേക്ക് കടക്കാം. സാമ്പത്തികമായി ഇപ്പോൾ അല്പം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരു ഇറക്കം നേരിടുന്നവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഒരു നിശ്ചിത ദിവസത്തേക്ക് ലക്ഷ്മി വിളക്ക് വ്രതം പോലെ തെളിയിക്കാൻ തീരുമാനിക്കുക. അത് 3 ദിവസമോ 7 ദിവസമോ 9 ദിവസമോ അല്ലെങ്കിൽ 21 ദിവസമോ ആകാം. ഏറ്റവും ഉചിതം 9 ദിവസമോ 21 ദിവസമോ ആണ്. കാരണം 3 ദിവസം എന്നത് വളരെ കുറഞ്ഞ ഒരു സമയപരിധിയാണ്. നമ്മുടെ മനസ്സും ശരീരവും ആ ഒരു ആത്മീയ തലത്തിലേക്ക് ഉയർന്നു വരുമ്പോഴേക്കും ആ 3 ദിവസം കഴിയും. എന്നാൽ 9 ദിവസം ആകുമ്പോൾ നമുക്ക് ആ ദേവി ചൈതന്യവുമായി ഒന്നുകൂടി അടുക്കാനും ഒരു പോസിറ്റീവ് എനർജി വീട്ടിലേക്ക് നിറയ്ക്കാനും ഉള്ള സമയം കിട്ടും. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ലക്ഷ്മി വിളക്കില്ലെങ്കിലോ, അല്ലെങ്കിൽ പഴയത് മാറ്റി പുതിയതൊരെണ്ണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലോ വിഷമിക്കേണ്ട. നിങ്ങളുടെ സൗകര്യാർത്ഥം ലക്ഷ്മി വിളക്കിന്റെ ഒരു ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും പ്രോഡക്റ്റ് ഓപ്ഷനിലും നൽകിയിട്ടുണ്ട്. പല വിലയിലുള്ള പല വലിപ്പത്തിലുള്ള വിളക്കുകൾ അവിടെയുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അതിൽ നിന്നും ഒരെണ്ണം തിരഞ്ഞെടുത്ത് വാങ്ങാവുന്നതാണ്. ഓർക്കുക, വിലയിലല്ല, നമ്മുടെ ഭക്തിയിലാണ് കാര്യം. ഈ 9 ദിവസം നിങ്ങൾ മുടങ്ങാതെ കൃത്യനിഷ്ഠയോടെ ലക്ഷ്മി വിളക്ക് തെളിയിച്ചാൽ 9ാം ദിവസം കഴിയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. അത് 100% ഉറപ്പാണ്. വീട്ടിലെ കലഹങ്ങൾ മാറും, മനസ്സിനൊരു സമാധാനം തോന്നും, അപ്രതീക്ഷിതമായ വഴികളിലൂടെ പണം വരാൻ തുടങ്ങും.
ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മി വിളക്ക് തന്നെയാണോ പണം തരുന്നത്? അല്ല. നമ്മൾ ആ ചിട്ടയോടെ പ്രാർത്ഥനയോടെ ചെയ്യുന്ന ആ ഒരു കർമ്മം നമ്മുടെ ചുറ്റും ഒരു പോസിറ്റീവ് ഓറ ഉണ്ടാക്കുന്നു. ആ ഓറയിലേക്ക് ഐശ്വര്യം ആകർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ലക്ഷ്മി ദേവി അതിനൊരു നിമിത്തമാകുന്നു എന്ന് മാത്രം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് വരാം. എവിടെ എങ്ങനെ ലക്ഷ്മി വിളക്ക് വെക്കണം? വാസ്തുശാസ്ത്രം അനുസരിച്ച് വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗം, അതായത് അഗ്നികോണാണ് ലക്ഷ്മി വിളക്കിന് ഏറ്റവും ഉത്തമം. അവിടെ വെക്കാൻ സൗകര്യമില്ലാത്തവർക്ക് പൂജാമുറിയിൽ വടക്കോട്ട് ദർശനമായി വെക്കാം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. നമ്മൾ നിലവിളക്ക് സാധാരണ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിച്ചിട്ടാണ് കത്തിക്കാറുള്ളത്. എന്നാൽ ലക്ഷ്മി വിളക്കിന്റെ കാര്യം അങ്ങനെയല്ല. രാവിലെയാണെങ്കിൽ നിങ്ങൾക്ക് കിഴക്കോട്ടോ വടക്കോട്ടോ തിരിയിടാം. പക്ഷേ വൈകുന്നേരം സന്ധ്യാസമയത്ത് ലക്ഷ്മി വിളക്ക് വീടിന്റെ ഉമ്മറത്ത് വെക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. ഉമ്മറത്ത് വെക്കുമ്പോൾ പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ തിരിയിടാം. ഇനി നിങ്ങൾക്ക് ദിശയെക്കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും ലളിതമായ വഴി പറഞ്ഞുതരാം. വടക്ക് ദിശ. വടക്ക് ദിശയിലേക്ക് നോക്കി നിൽക്കുന്ന രീതിയിൽ ലക്ഷ്മി വിളക്ക് തെളിയിക്കുന്നത് എപ്പോഴും ഐശ്വര്യം കൊണ്ടുവരും. ഇത് വിളക്കിന്റെ തിരിയുടെ ദിശയാണ്, വിളക്ക് വെക്കുന്ന ആളുടെ ദിശയല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ എണ്ണയുടെ കാര്യത്തിലും ശ്രദ്ധിക്കണം. ലക്ഷ്മി ദേവിക്ക് ഏറ്റവും പ്രിയം നെയ്യാണ്. ശുദ്ധമായ പശുവിൻ നെയ്യ് ഒഴിച്ച് വിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി നെയ്യ് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വിഷമിക്കണ്ട. നല്ല ശുദ്ധമായ എള്ളെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണയും ഉപയോഗിക്കാം. അതും ദേവിക്ക് ഇഷ്ടം തന്നെയാണ്. ഇനി തിരിയിടുന്ന രീതി. ഇതാണ് പലർക്കും തെറ്റാറുള്ളത്. നിലവിളക്കിൽ നമ്മൾ 2 തിരികൾ 2 വശങ്ങളിലേക്ക് ഇടുമ്പോൾ ലക്ഷ്മി വിളക്കിൽ നമ്മൾ 2 തിരികൾ ഒന്നിച്ച് ചേർത്ത് വെക്കണം. നമ്മൾ കൈകൂപ്പി പ്രാർത്ഥിക്കുന്നത് പോലെ 2 തിരികൾ ഒന്നിച്ചു ചേർത്ത് ഒറ്റ ജ്വാലയായി അത് വടക്കോട്ട് നോക്കി കത്തിക്കണം. ആ കൂപ്പുകൈ പോലെയുള്ള ജ്വാലയാണ് നിങ്ങളുടെ പ്രാർത്ഥനയെ ദേവിയിലേക്ക് എത്തിക്കുന്നത്. ഇനി നമുക്ക് ഇത് കത്തിക്കുന്ന സമയത്തെക്കുറിച്ച് പറയാം. എപ്പോഴാണ് ലക്ഷ്മി വിളക്ക് തെളിയിക്കേണ്ടത്? ലക്ഷ്മി ദേവി വീടുകളിലേക്ക് വരുന്ന ഒരു സമയമുണ്ട്. അത് ബ്രഹ്മമുഹൂർത്തം കഴിഞ്ഞ് സൂര്യോദയത്തിന് തൊട്ട് മുമ്പുള്ള സമയമാണ്. കൃത്യമായി പറഞ്ഞാൽ പുലർച്ചെ 5 മണി മുതൽ 5:30 വരെയുള്ള സമയം. ഇതിൽ തന്നെ 5 മണി 5 മിനിറ്റ് എന്ന സമയം വളരെ വിശേഷപ്പെട്ടതാണ്. ആ സമയത്ത് വീട്ടിലെ ഐശ്വര്യ ദേവതയായ അമ്മ കുളിച്ച് ശുദ്ധിയായി ഈ പറഞ്ഞ രീതിയിൽ വടക്കോട്ട് തിരിയിട്ട് ലക്ഷ്മി വിളക്ക് തെളിയിച്ചാൽ ആ വീട്ടിൽ പിന്നെ ദാരിദ്ര്യം എന്നൊന്നും ഉണ്ടാവില്ല. രാവിലെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് 6 മണി വരെയാകാം. പക്ഷേ ആ ബ്രാഹ്മമുഹൂർത്തത്തിലെ ഊർജം ഒന്ന് വേറെ തന്നെയാണ്. ആ സമയത്ത് വലിയ മന്ത്രങ്ങളൊന്നും ജപിക്കണമെന്നില്ല. മനസ്സുരുകി അമ്മേ എൻ്റെ കുടുംബത്തെ കാത്തോളണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഈ പറഞ്ഞ കാര്യങ്ങൾ കേവലം അറിവായി മാത്രം സൂക്ഷിക്കാതെ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ മുതൽ ഇതൊന്ന് പ്രാവർത്തികമാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. വെറും 9 ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു ജീവിതം ആശംസിക്കുന്നു. നന്ദി.